വടക്കേക്കാട് പഞ്ചായത്തിന്റെ വിജയചരിത്രം എക്കാലവും കോൺഗ്രസിനൊപ്പമാണ്. ചിലയിടങ്ങളിൽ സ്വാധീനമുണ്ടെങ്കിലും ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടില്ല. ബിജെപിക്ക് ഇതുവരെയും പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കാനും ആയിട്ടില്ല. കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയെന്നാണ് വടക്കേക്കാട് പഞ്ചായത്തിന്റെ രാഷ്ട്രീയ ചരിത്രം രേഖപ്പെടുത്തുന്നത്. പഞ്ചായത്ത് രൂപീകരണം മുതൽ 60 വർഷത്തിനിടെ 3 ഘട്ടത്തിൽ 5 വർഷം മാത്രമാണ് ഇടതുമുന്നണിക്ക് ഭരണം ലഭിച്ചുള്ളൂ. അതുതന്നെ കോൺഗ്രസിലെ അനൈക്യവും കെ കരുണാകരന്റെ DICയുടെ വരവുമായിരുന്നു കാരണം. കൊടമന നാരായണൻ നായർ പ്രസിഡന്റായ ആദ്യ വർഷത്തിനുശേഷം തുടർച്ചയായ 30 വർഷം കോൺഗ്രസിലെ AC കുഞ്ഞിമോൻ ഹാജിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 7 സീറ്റ് നേടിയാണ് LDF ചരിത്രത്തിലെ മികച്ച നേട്ടമുണ്ടാക്കിയത്. കോൺഗ്രസിലെ പ്രശ്നങ്ങളിലാണ് LDFന്റെ പ്രതീക്ഷ. എന്നാൽ ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വികസന തുടർച്ചയ്ക്ക് ജനം കൂടെ നിൽക്കുമെന്നും UDFും ഉറപ്പിക്കുന്നു. ആകെ 16 വാർഡുകൾ ഉള്ളതിൽ കോൺഗ്രസ് 9, CPM 7 എന്നിങ്ങനെയാണ് കക്ഷിനില. 2 വാർഡുകൾ പുതുതായി ചേർത്തതോടെ ഇക്കുറി ആകെ 18 വാർഡുകളിലേക്കാണ് മത്സരം. പ്രധാന ഭരണ നേട്ടങ്ങളായി ഭരണസമിതി ചൂണ്ടിക്കാട്ടുന്നവ ഇവയാണ്: കല്ലിങ്ങൽ സ്കൂളിന് സ്ഥലം കണ്ടെത്തി, ഞമനങ്ങാട് സബ് സെന്ററിന് സ്ഥലം കണ്ടെത്തി, നിർമ്മാണം അവസാന ഘട്ടത്തിൽ, 2 ഹൈടെക് അങ്കണവാടികൾ നിർമ്മിച്ചു, മാലിന്യം സംഭരിക്കാൻ എല്ലാ വാർഡിലും മിനി MCFകൾ സ്ഥാപിച്ചു, എല്ലാ വീട്ടിലും ബയോബിൻ പദ്ധതി നടപ്പാക്കുന്നു, വിവിധ വാർഡുകളിൽ കുഴൽക്കിണർ നിർമ്മിച്ച് ശുദ്ധജല പദ്ധതി നടപ്പാക്കുന്നു, കാർത്തുപുള്ളിക്കുളം, വീട്ടിപ്പറമ്പിൽക്കുളം, അണ്ടിക്കോട്ടിൽക്കടവ്, മുളക്കാംചേരിക്കുളം, കൊച്ചന്നൂർക്കുളം, ചക്കിത്തറത്തോട് എന്നിവ നവീകരിച്ചു. കുടുംബശ്രീക്ക് പുതിയ ഓഫീസും ഡിജിറ്റൽ ലൈബ്രറിയും നിർമ്മിച്ചു. എന്നാൽ തുടർച്ചയായ ഭരണം പഞ്ചായത്തിനെ വികസന മുരടിപ്പിലേക്ക് നയിച്ചു എന്ന് പ്രതിപക്ഷമായ CPM അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പൊതുശ്മശാനമില്ല, ജില്ലാ പഞ്ചായത്ത് തുക നൽകിയിട്ടും നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. MCF നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് അംഗം 7 സെന്റ് ഭൂമി സൗജന്യമായി നൽകിയിട്ടും പണി ചെയ്തില്ല. കളിസ്ഥലം ഇല്ല. നൂറ്റാണ്ട് പഴക്കമുള്ള പഞ്ചായത്തിലെ ഏക സർക്കാർ പ്രൈമറി വിദ്യാലയം ഇന്നും വാടക കെട്ടിടത്തിൽ. ലൈഫ് പദ്ധതിയിൽ ആകെ നൽകിയത് 58 വീട് മാത്രം. ഭൂരഹിതർക്കുള്ള പദ്ധതികൾ നടപ്പാക്കിയില്ല. പഞ്ചായത്ത് റോഡുകൾ തകർന്ന നിലയിൽ. തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. പുതിയ പദ്ധതികൾ ഇല്ലാത്തതിനാൽ പാടശേഖരങ്ങൾ തരിച്ചു കിടക്കുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്കും പദ്ധതികളില്ല. ഇത്തരത്തിൽ സമഗ്ര മേഖലയിലും വികസനമില്ലായ്മയാണ് കാണുന്നതെന്ന് CPM കുറ്റപ്പെടുത്തുന്നു. LDFനും UDFനും പുറമെ BJP സാന്നിധ്യമറിയിക്കാൻ രംഗത്തുണ്ട്.